ഇന്നത്തെ എൻ്റെ വീഡിയോ ഇച്ചിരി സ്പെഷ്യൽ ആണെന്ന് കരുതാൻ നല്ലതാണ്. കാരണം ഇന്ന് ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് ലൈവ് ആക്കിയപ്പോഴത്തേക്കും കുറച്ച് പേര് വന്നിരുന്നു കേട്ടോ. നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് കുറേ പേര് ബൈയൊക്കെ പറഞ്ഞു. അതിലൊരാൾ ഞാനിങ്ങനെ ടീച്ചറാണോ എന്നൊക്കെ ചോദിച്ച് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോൾ അവിടുത്തെ ഞാൻ ഈ നാട്ടിലെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പുള്ളിക്കാരൻ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഞാൻ ചോദിച്ചു ഇവിടെ അല്ലേ, അപ്പം ഇവിടുത്തെ റോഡ് പണിയും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പോൾ സംസാരിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അവിടുത്തെ ന്യൂസിലൻഡാണ്. അപ്പം ഞാൻ ചോദിച്ചു അവിടെ എന്താണ് ആ കാലാവസ്ഥ ഇപ്പം? ഈ കുട്ടികളോട് പറയാം ഹിസ്റ്ററി ജോഗ്രഫി. അപ്പം ഞാൻ ഹിസ്റ്ററി ആണോ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം കാരണം ഞാൻ ഹിസ്റ്ററിയും ജോഗ്രഫിയും എടുക്കുന്നുണ്ട്. പുള്ളി അപ്പോൾ ചോദിച്ചു കാലാവസ്ഥ ഹിസ്റ്ററി. ഞാൻ പറഞ്ഞു അല്ല, ഞാൻ ഹിസ്റ്ററി എന്നാണ്, ഞാൻ അത് ജോഗ്രഫിയിലാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പം പുള്ളിക്ക് തോന്നിക്കാണുമായിരിക്കാം എന്നെ ഒന്ന് എന്താ പറയുക ഇറിറ്റേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് കുഴപ്പിക്കാം. ചിലർക്ക് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, അറിവ് അതായത് പരീക്ഷിക്കുക എന്നൊക്കെ പറയുന്ന പോലെ. അപ്പം ഞാനൊരു ടീച്ചറാണെന്നുണ്ടെങ്കിൽ ടീച്ചറാണെങ്കിൽ എന്താ അറിഞ്ഞിട്ടാണ് ടീച്ചർ, അപ്പോൾ ടീച്ചറിനോട് ചോദ്യം ചോദിക്കാം എന്ന ഒരു ഇതിലാണ് അറിയില്ല. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ പറയുക സീസണുകളെ കുറിച്ച്, അപ്പം ഇന്ത്യയിലെ ലോകത്തിലെ ഒക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജസ്റ്റ് പ്രധാനമായിട്ടും ഞാൻ എപ്പോഴും കേട്ടിട്ടുള്ളത്, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ഒന്നുകിൽ വേനൽ അല്ലെങ്കിൽ തണുപ്പ്, ഈ രണ്ട് കാര്യങ്ങളാണ് ഫസ്റ്റ് നിൽക്കുന്നത്. എൻ്റെ ഒരു കൺസെപ്റ്റാണ്. ഇതിൽ നിന്നും വേർതിരിച്ചാണ് താഴേക്ക് പിന്നെ വിഭാഗങ്ങളുണ്ടാകുന്നത്. 2, 4 പിന്നെ 6 എന്ന രീതിയിലേക്കാണ് പോകുന്നത്. അപ്പം ഞാൻ അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ എൻ്റെയൊക്കെ എനിക്കറിയാവുന്നല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ലോകത്തിലെ കാലാവസ്ഥയെക്കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു പ്രധാനമായിട്ടും ലോകം എന്ന് പറയുമ്പോൾ അവിടെ 2 കാലാവസ്ഥയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ വിഭജിച്ചിട്ടാണ് താഴോട്ട് പോകുന്നത്. പക്ഷേ കേരളത്തിൽ ഇതൊന്നുമല്ല സംഭവിക്കുന്നത്. കേരളത്തിൽ നമ്മൾ മലയാളവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഋതുഭേദങ്ങളുണ്ട്. അത് 6 മാസം വെച്ചിട്ടാണ്. അതായത് ഒരു വർഷം 12 മാസം എന്നുള്ളതാണ്. ഒരു വർഷം 12 മാസം എന്നുള്ളതാണ്. ഇതിനെ 12നെ 6 ആക്കിയാൽ 2 വീതം വെച്ചാണ് ഈ ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നത്. ഋതുക്കൾക്ക് മാറ്റം ഉണ്ടാകുന്നത് 2 മാസം എങ്ങനെ. പക്ഷെ അത് നമുക്ക് സൂക്ഷ്മമായിട്ട് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പണ്ടത്തെ ആളുകൾ മനസ്സിലാക്കിയ രീതിയാണ് ശരത്ത്, ഹേമന്തം, വസന്തം, അങ്ങനെ ഓരോന്നിനും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പറ്റില്ല. കാരണം മഴക്കാലത്ത് വെയിൽ വരുന്നതും വെയിലിൻ്റെ സമയത്ത് മഴ വരുന്നതും മിക്സ്ഡായിട്ട് ഇങ്ങനെ പോകും. നമുക്ക് പിന്നെ കറക്റ്റായിട്ട് നമ്മൾ ഡിസംബർ, ജനുവരി ആ സമയമാകുമ്പോഴത്തേക്ക് മഞ്ഞുകാലം എന്നുള്ളത് നമുക്കറിയാം. പിന്നെ കേരളത്തിന് വെളിയിലാണെങ്കിൽ അവിടെ ചൂടും തണുപ്പുമാണ് ഒരു പ്രധാനമായിട്ട്. ചൂടെന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം വരെ കൊടും ചൂടാണ്. തണുപ്പെന്ന് പറയുമ്പോൾ അങ്ങേ അറ്റം വരെ കൊടും തണുപ്പ് എന്ന രീതിയിലാണ്. ഞാൻ ലൈവിൽ വന്നപ്പോഴത്തേക്കും ഇടയ്ക്ക് ഞാനൊന്ന് സംസാരിക്കാമായിരുന്നു. കാരണം എന്തോ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്, എന്തോ വിൽപ്പനയ്ക്ക്. ഞാനിവിടെ നിന്ന് നോക്കിയിട്ട് എനിക്ക് തോന്നിയത് എന്തോ സോപ്പ് പൊടിയോ എന്തോ ഒരു പാക്കറ്റിൽ കുറേ പാക്കറ്റ് വണ്ടിക്കകത്ത് കിടപ്പുണ്ട്. അവരങ്ങനെ ചെറിയൊരു ഇതിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകണോ, അധികം ഒച്ചയിലല്ല, നമുക്കത് പക്ഷേ ജസ്റ്റ് ഇങ്ങനെ കേൾക്കാം എന്തോ കൊണ്ടുപോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. പോയി പുള്ളി അപ്പോൾ എന്നെ എന്താ പറയുക കളിയാക്കുന്ന രീതിയിലാണ് പിന്നെ എന്നോട് സംസാരിച്ചത്. എനിക്കങ്ങനെയാണ് തോന്നിയത്. പുള്ളിക്ക് അത് കഴിഞ്ഞിട്ട് അത് ഒരു മെസ്സേജ് ഞാൻ കണ്ടില്ല. പിന്നെയാണ് ഞാൻ നോക്കിയത് പുള്ളി എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ്. കാരണം നമ്മളിത് നോക്കുകയും സംസാരിക്കുകയും കൂടി ചെയ്യുമ്പം പെട്ടെന്ന് ശ്രദ്ധ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു. അപ്പം പറഞ്ഞാൽ ജസ്റ്റ് ഒരു തമാശ കിഡിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതിനകത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പം പുള്ളിക്കാരൻ മെക്കാനിക്കൽ എൻജിനീയറാണ്, ഇവിടെയല്ല.
അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാർ പറഞ്ഞു കൊടുത്തിരിക്കുന്ന 4 കാലങ്ങളാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പം ഇത്രയായി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് നമ്മളെ ഒരുമാതിരി കളിയാക്കുക എന്നുള്ള രീതി, നമ്മളെ ഒന്ന് ചലഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് വല്ലതും അറിയാവോ എന്ന് അവർ പരീക്ഷിക്കുക. അപ്പോൾ അവർക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എനിക്കറിയില്ല. കാരണം ഒരു നല്ല ഉദ്ദേശം അതിനകത്തുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. തമാശിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലരൊക്കെ വന്നിട്ട് എന്നോടൊക്കെ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു, ചോദിച്ചിട്ട് വന്നിട്ട് അപ്പോൾ തന്നെ അവർ ഉള്ള കാര്യം എൻ്റെ സംസാരം കേൾക്കുമ്പോഴാണെന്ന് തോന്നുന്നു അവർ അല്ല ഞാൻ ഇന്നത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ അവർ ആദ്യം ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് നമ്മളതിന് മറുപടി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവർ തന്നെത്താനെ നമ്മളോട് പറയാം അങ്ങനെയല്ല ഞാനിങ്ങനെ കാരണം കുട്ടിയാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പം നമുക്ക് ഓക്കെ, ഇത് ഇത്രയും നമ്മളെ ഇങ്ങനെ നമ്മുടെ ഒരു ഉള്ളിലുള്ള ആ ഒരു പ്രൊഫഷനെ ശരിയാണോ എന്നുള്ള രീതിയിൽ ആക്കുന്ന രീതിയിൽ ആയിപ്പോയി. അല്ല ഇപ്പോൾ അയാൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് പറയാം. ഒരിക്കലും ഞാൻ തെറ്റ് പറഞ്ഞു കൊടുക്കില്ല, അത് ആർക്കായാലും. കാരണം എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം രണ്ട് കാലങ്ങളിൽ നിന്നാണ് വിഭജനം സംഭവിച്ചിങ്ങനെ പോകുന്നത്. മഴക്കാലമുണ്ട്, വേനൽക്കാലമുണ്ട്, ഇതെല്ലാം നമ്മളുണ്ട്. പക്ഷേ അത് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കിയ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലായിപ്പോവും. ഞാൻ അങ്ങനെ വിഭജിച്ച് ഈ 6 എണ്ണത്തിൽ നിർത്തുന്ന രീതിയിലാണ് എല്ലാവരോടും പറയുന്നത്. അപ്പം എന്തായാലും പുള്ളി അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു താങ്കളുടെ ഗുരുനാഥൻ അതാ പറഞ്ഞതെന്ന്, അത് ശരി. അപ്പം പുള്ളി പെട്ടെന്ന് എന്തുവാണോ അത് ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഗൂഗിളിൽ എനിക്ക് ഓർമ്മയില്ല എന്താ ഗൂഗിളിൽ നോക്കിയിട്ട് ഞാനിപ്പം പ്രൂവ് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ചാലഞ്ച് ചെയ്തു. ഞാനപ്പോൾ ഒന്നും ഞാൻ പറഞ്ഞു താങ്കൾ എങ്ങനെ പഠിച്ചോ അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. താങ്കളുടെ ഗുരുനാഥന്മാർ പഠിപ്പിച്ചു തന്നാൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ബാക്കിയുള്ളത് ഇപ്പോൾ ഞാൻ എന്ത് പഠിച്ചു, ഞാൻ മനസ്സിലാക്കിയ എന്താണ് അത് ഞാൻ പറഞ്ഞു കൊടുക്കും. തെറ്റ് പഠിക്കരുതെന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ട് കുട്ടികൾ, ആ രീതിയിലേ ഞാൻ പറഞ്ഞു കൊടുക്കത്തുള്ളൂ. കാരണം ഞാൻ പറഞ്ഞതിൽ തെറ്റില്ല എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. 4 എണ്ണം ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ അതിനെ വിഭജിച്ച് പോവുക എന്നുള്ളത് ഞാൻ വ്യക്തമായും പറഞ്ഞതാണ്. ഈ ലോകത്തിൻ്റെ മൊത്തത്തിലെ ആയാലും ഇന്ത്യയുടെ ആയാലും എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും പക്ഷേ ഒരു കാര്യമുണ്ട്, കേരളത്തിൽ വരുമ്പോൾ ഈ ഋതുക്കൾ മാറും എന്നുള്ള 2 മാസം ആയിട്ട് വിഭജിച്ച് പോകും എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ പുള്ളി ഞാൻ പറഞ്ഞ തെറ്റ് ഞാൻ 3 എണ്ണമേ പറഞ്ഞുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി. അപ്പോൾ ഈ 3 എണ്ണത്തിൽ 1 എണ്ണം എന്ന് പറയുന്നത് പുള്ളി നന്നായിട്ട് അയാൾ വായിച്ച് മനസ്സിലാക്കിയാൽ ആ 3 എണ്ണത്തിൽ നിന്ന് ഒരു 4ാമത് എങ്ങനെയാണ് ഒരു ഋതു കൂടി ഉണ്ടായതെന്ന് വിശദമായിട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ അത് നന്നായിരിക്കും. അപ്പം അതെനിക്ക് എല്ലാവരോടും പറയാം. അപ്പം നമ്മുടെ സുരേഷ് ഏട്ടന് ആ സമയത്ത് അതിൽ വന്നു. സുരേഷ് ഏട്ടൻ പറഞ്ഞു പോട്ടെ അതൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞു. കാരണം ശരിയാണ്, ഇപ്പം ഞാൻ എല്ലാം തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇതിപ്പം എൻ്റെ അറിവിനെ ചോദ്യം ചെയ്തു, നാളെ ഇങ്ങനെ ഓരോരോ ചോദ്യചെയ്യലുകൾ വരും, അതെല്ലാം ഞാൻ പ്രതീക്ഷിക്കും. ഇപ്പം ഞാൻ കരുതിയിരിക്കുന്നൊരു കാര്യമുണ്ട്, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ പണ്ട് ഷാഫി പറഞ്ഞ പോലെ ഒന്നും മൈൻഡ് ചെയ്യരുത് എന്ന് പറഞ്ഞ പോലെ ഇനി ഇങ്ങനെയുള്ള എന്നെ പരീക്ഷിക്കാനായിട്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി ആ രീതിയിൽ തന്നെ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് പറയേണ്ട വേറെ എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം എന്നെ ഒരു ഫൂളാക്കുന്ന രീതിയിൽ ഞാൻ തന്നെ നിന്ന് കൊടുക്കുന്നത് ശരിയല്ലല്ലോ. എന്തായാലും എൻ്റെ ചിന്താഗതികൾക്കൊന്നും ഒരു മാറ്റവുമില്ല. അപ്പോൾ അതങ്ങനെ പോട്ടെ, അയാളുടെ വഴിക്ക് പോയി, ഞാനിനി എൻ്റെ രീതിയിലേക്ക് പോകുന്നു. ഇതുവരെയും ഏതായാലും ഞാൻ പഠിപ്പിച്ച കുട്ടികളാരും വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടില്ല ടീച്ചർ പഠിപ്പിച്ചത് തെറ്റാണ് എന്നുള്ളത്. ക്ലാസ്സിലൊക്കെ ഇതുപോലൊക്കെ അനുഭവങ്ങളുണ്ടാകും. ചില കുട്ടികൾ എവിടെ നിന്നെങ്കിലുമൊക്കെ കേട്ടിട്ട് എന്നോട് തർക്കിച്ച് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പം ഞാനത് അവർക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കാറുണ്ട്. ചിലർ സ്പെല്ലിംഗ് ഒക്കെ എഴുതി വെക്കും, ഞാൻ പറഞ്ഞ തെറ്റാണ്. അപ്പം പറഞ്ഞാൽ ടീച്ചർ ഇങ്ങനെ, ഞാൻ പറഞ്ഞു പുസ്തകം എടുത്ത് നോക്കൂ എന്ന് പറയും നമ്മൾ. അപ്പം പുസ്തകം എടുത്ത് നോക്കിക്കഴിയുമ്പം ശരിയാണ്, ഞാൻ പറഞ്ഞതാണ് ശരി. അല്ല ടീച്ചറെ ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ വിചാരിക്കില്ല. ഇങ്ങനെ ആരെങ്കിലും തർക്കിച്ച് കഴിഞ്ഞാൽ ഞാനപ്പോൾ പറയാം, അപ്പോഴും നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടല്ലോ
പിള്ളേർക്ക് സമാധാനം. അതങ്ങനെയൊക്കെ ഒരുപാട് തർക്കങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. പ്രത്യേകിച്ചും നമ്മൾ പഠിപ്പിക്കുന്നത് ട്യൂഷൻ സെൻറ്ററിലാണ്. സ്കൂളിലാകുമ്പം കുട്ടികൾക്ക് ഒരു തർക്കത്തിനും ചെന്നിട്ട് കാര്യമില്ല, അവിടെ ഒന്നും നടക്കത്തില്ല. ഇപ്പം തന്നെ ഞാൻ 10ന് ക്ലാസ് എടുക്കുന്നു. അപ്പം ഇംഗ്ലീഷ് മീഡിയമാണ്. അപ്പം ഞാൻ ഓരോ ചാപ്റ്റർ എടുക്കുന്നതിന് മുമ്പേ ചോദിക്കും, ക്ലാസ് എടുത്തോ സ്കൂളിൽ, നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെല്ലാം മനസ്സിലായി എന്ന് ഞാൻ ചോദിക്കും. അപ്പം ഇതിൽ 2 സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഒരു സ്കൂളിൽ പഠിക്കുന്ന ടീച്ചറാണെങ്കിൽ പുസ്തകം എടുത്ത് ഇങ്ങനെ തുറന്ന് മടക്കി അക്ഷരത്തിൽ വെച്ചിട്ട് അതങ്ങനെ വെച്ചുകൊണ്ട് ക്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇംഗ്ലീഷിൽ നടന്നുകൊണ്ട് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് വല്ലതും ഇംഗ്ലീഷ് മീഡിയം ഒന്നും മനസ്സിലാവത്തില്ല. കാരണം ഇവർ ഓൾറെഡി മലയാളം പഠിച്ച് വന്നിട്ട് ഇടയ്ക്ക് വെച്ച് ഇംഗ്ലീഷ് മീഡിയത്തിലോട്ട് ആയവരാണ്. അല്ലാതെ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് മലയാളം മീഡിയത്തിലോട്ട് പോയവരല്ല. അപ്പം മലയാളം പഠിച്ച് കേട്ട് വന്നവർക്ക് ഇംഗ്ലീഷ് ഉൾക്കൊള്ളാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇവർ സ്പീഡിലങ്ങ് പുസ്തകം പോലും നോക്കാതെ പറഞ്ഞു പോകുകയെന്ന് പറയുമ്പോൾ അവർക്ക് ആ അറിയാവുന്ന ഇംഗ്ലീഷിൻ്റെ നോളഡ്ജ് വെച്ച് അവർ പറയുന്നത് ശരിയാണോ എന്ന് ചില സമയത്ത് ചിലപ്പോൾ അവർക്കും അറിയാമായിരിക്കില്ല. അവർ ആ ഒരു രീതിയിൽ അങ്ങ് പറഞ്ഞു പോകുന്നു. കുട്ടികളിങ്ങനെ നോക്കിയിരിക്കുന്നു. അവരേത് പേജാണ് എടുത്ത് വായിക്കുന്നതെന്ന് പോലും കുട്ടികൾക്ക് അറിയത്തില്ലെന്ന് പറയുന്നത്. അപ്പം ഞാൻ കരുതുന്ന ഒരു കാര്യമുണ്ട്, ഗവൺമെൻറ് ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാനെന്ന് പറയുന്ന കുറച്ച് പേരുണ്ട്. ആ രീതിയിലാണോ ഈശ്വര? പക്ഷെ ഞാനപ്പോൾ അവരുടെ ഒരു അവസ്ഥ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് പേപ്പർ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവരുടെ ഒരു ബുദ്ധിമുട്ട്. 10ലല്ലേ. അപ്പം ഞാൻ പിന്നെ ഇവരെ കൊണ്ട് ഇംഗ്ലീഷ് നോക്കിച്ചിട്ട് അതിൻ്റെ മലയാളം കറക്റ്റ് പുസ്തകത്തിൽ നോക്കി പറഞ്ഞ് അതവർക്ക് ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലിരിക്കുന്ന രീതിയിൽ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞൊക്കെയാണ് പോകുന്നത്. എന്നിട്ട് ഞാൻ ചോദിച്ചു, എങ്ങനെ വേണം ഇംഗ്ലീഷിൽ സ്കൂളിലെ പോലെ വായിച്ചു പോയാൽ മതിയോ അതോ മലയാളവും കൂടെ പറയണോ? ടീച്ചർ മലയാളവും കൂടെ പറയണേ, എന്നാലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അവരുടെ ആ ദയനീയമായ ഭാവം കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു. പക്ഷേ CBSE പിള്ളേരുണ്ട്, അവർക്ക് പക്ഷേ മലയാളം വേണ്ട. ടീച്ചർ ഇംഗ്ലീഷ് മാത്രം പറഞ്ഞാൽ മതി. ഇംഗ്ലീഷിൽ മാത്രം പറയുമ്പോൾ ഇത് എന്താണെന്ന് അവർക്കറിയില്ല മലയാളത്തിൽ. ഞാൻ പറഞ്ഞു, നല്ല കാര്യം, എനിക്ക് അത്രയും സ്ട്രെയിൻ കുറഞ്ഞിരിക്കും, ഞാനങ്ങ് വായിച്ചു വിട്ടാൽ മതിയല്ലോ. എന്നിട്ട് അതിനെക്കുറിച്ചൊന്നും മലയാളം പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മളത് നോക്കി പിന്നെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വ്യക്തമാക്കി പറഞ്ഞ് മനസ്സിലാക്കി എൻ്റെ ഒന്നും പ്രയാസമില്ല. അങ്ങനെയാണിപ്പം ക്ലാസ് പോകുന്നത്. എന്താ ചെയ്യുക, ഓരോരുത്തരെയും ഓരോ ശീലങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇന്നതായിരുന്നു ഒരു സംഭവം. ഇനി അടുത്ത സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്നും അറിയില്ല. ഇനി രാത്രിയിലായിരിക്കും. രാത്രി സമയമുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ വരും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. സുരേഷ് ഏട്ടൻ ലഞ്ച് ബ്രേക്കിന് വന്നതാണ്. ഊണൊക്കെ കഴിച്ചിട്ട് പോയെന്ന് വിചാരിച്ചിരുന്നു. ഇന്നിവിടെ വെയിൽ മഴ അങ്ങനെയൊക്കെ പോവാണ്. അതും ഒരു വ്യത്യാസമല്ലേ. ഈ സമയത്ത് മഴക്കാലമാണ് എന്ന് പറഞ്ഞിട്ട് വെയിൽ വരത്തില്ലേ? വെയിൽ വരും. അതാണ് വ്യത്യാസം. നമ്മൾ പറയുന്നത് ഇത് മഴക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ മാത്രമല്ല അവിടെ വരുന്നത്, വെയിലും ഉണ്ട്. വെയിലിൻ്റെ സമയമെന്ന് പറഞ്ഞിട്ട് വെയിൽ മാത്രമാണോ വരുന്നത്? അവിടെ മഴയും ഉണ്ട്. അതിനാണ് വ്യത്യാസം വരുന്നത്. വേനലിൻ്റെ ഇടയ്ക്ക് മഴ വരുന്നില്ലേ? അതും ഒരു സീസണാണ്. എല്ലാം ഒരു സീസണിൽ വ്യത്യാസം. 2 മാസം കൂടുമ്പം കേരളത്തിന് ഒരു വ്യത്യാസമുണ്ട്. കേരളത്തിന് വെളിയിലേക്ക് ആ വ്യത്യാസങ്ങളൊന്നും അങ്ങനെ അനുഭവപ്പെടാറില്ല. മഴയെന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ പോലെ ഒന്നും അങ്ങനെ മഴയില്ല എന്നുള്ളതാണ്. പ്രധാനമായിട്ടും മഞ്ഞും വെയിലുമാണ്. നമുക്കറിയാം, ഗൾഫ് നാട്ടിലൊക്കെ പോയാൽ അവിടെ എന്താണ് കാലാവസ്ഥ, പിന്നെ മഴ പെയ്താൽ അവിടുത്തെ അവസ്ഥ എന്താണ് എന്നുള്ളത്. മഴ, മഞ്ഞ്, വെയിൽ അല്ലേ, എല്ലാം ഉണ്ട്. അപ്പം അടുത്തതിൽ കാണാം.